ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാം ഇന്നായിരുന്നു. നമുക്ക് ഏകദേശം ഒരു 105ഓളം കുട്ടികൾ നമുക്ക് ഉണ്ടായിരുന്നു ക്ലാസ്സസിന്. ഓൺലൈൻ ക്ലാസ്സസിന് എല്ലാവർക്കും എളുപ്പമായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. പക്ഷേ ഭയങ്കര ബേസിക് ക്വസ്റ്റ്യൻ ആയിരുന്നു. കുറേ നെഗറ്റീവ് വരാൻ ചാൻസസ് ഉണ്ട്. ബേസിക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂസിങ് വരാം, തെറ്റിച്ചവർ കുറേ പേരുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. നമ്മുടെ ആൻസർക്ക് പ്രൊവിഷണൽ ആൻസർക്ക് വന്നിട്ടുണ്ട് കേരള PSC. നമ്മുടെ സ്റ്റുഡൻസിന് 85 എബോവ് വരുന്ന കുട്ടികൾ വരുന്നുണ്ട്. അത്രയും നല്ല, അതായത് നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുറേ പഠിച്ചവർക്കൊക്കെ, അതുപോലെ തന്നെ ക്ലാസ്സും കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചവർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സാമാണ്. വളരെ ഈസി ആയിട്ടുള്ള എക്സാമാണ്. ബേസിക്സ് ആണ് കൂടുതലും. പ്രോബ്ലംസ് പോലും വളരെ സിമ്പിൾ സ്റ്റെപ്പിൽ കിട്ടാവുന്ന പ്രോബ്ലംസ് ആണ്. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. നമ്മുടെ ആൻസർ കീ നോക്കാം. ഇതിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങളത് കണ്ടുപിടിച്ച് നിങ്ങളുടെ താഴെ കമൻറ്റ് ചെയ്യുക. 2-3 ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്ക് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ പ്രൊവിഷണൽ ആൻസർ കീ ആണ് വായിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. First question നോക്കൂ. The resistance between the opposite face of a meter cube of that material is known as it is option D ആണ് resistivity. The ratio of the true power delivered to an AC circuit to the apparent power that the source must supply is called option B ആണ് power factor. The power consumed in a pure capacitive circuit is option A ആണ് 0. ഇതൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം കണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഇലക്ട്രിക്കലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ അൺഅക്കാഡമിയിൽ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ സെക്ഷൻ നമുക്കില്ല. അപ്പോൾ അതുണ്ടായിരുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇത് കൺഫ്യൂസിങ് ആവാതെ നിങ്ങൾക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് കുറേ മിസ് ചെയ്യുന്നുണ്ടല്ലേ നമ്മുടെ ക്ലാസ്സസ്. ദ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്താണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി കിലോ വാട്ട് അവർ. ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഓപ്ഷൻ എ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. The resistance of a heater rated 2.2 kilowatt 220 volt. നമുക്ക് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ബേസിക് ഇക്വേഷൻ അല്ലേ, പവർ ഈക്വൽ ടു V²/R ചെയ്യാം. ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. പവർ തന്നിട്ടുണ്ട്. അപ്പോൾ R എന്ന് പറഞ്ഞാൽ എന്താണ്? V², 220 ഡിവൈഡ് ബൈ എന്താണ് R. 220 R എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്കെ, R ആണ് കണ്ടുപിടിക്കാനുള്ളത്. V എന്നിട്ടുണ്ട് 220, ദറ്റ് ഇസ് 220² ഡിവൈഡ് ബൈ പവർ 2.2 kW. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര വരും? ഓപ്ഷൻ ഡി ആണ് 22 Ohm വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് എ പാരലൽ സർക്യൂട്ട് കമ്പയർഡ് ടു ദ ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ ദ സർക്യൂട്ട് ഈസ് ഓപ്ഷൻ ഡി ആണ് ലെസ്. ഫ്രം ദി ഫോളോയിങ് വിച്ച് ഈസ് ഈക്വൽ ടു 1 വാട്ട്. 1 വാട്ട് ഏതാണ്? 1 വാട്ട് എന്ന് പറയുന്നതാണ് 1 Joule/second. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് ഒരു ഫെമിലാരിറ്റി ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 വാട്ട് ഈസ് ഈക്വലൻ ടു, അങ്ങനെ കുറേ മാറി ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. 1 Joule/second. അങ്ങനെ തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആൻസർ പതിഞ്ഞ് കഴിഞ്ഞു. അത്രയ്ക്ക് നമ്മളത് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കണ്ടക്റ്റൻസ് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി സീമെൻസ്. ഈ സൈൻ വേവ് ഹാസ് എ മാക്സിമം വാല്യൂ 40 mV. RMS വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. മാക്സിമം വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് RMS വാല്യൂ അറിയാം അല്ലേ? VRMS ഈക്വൽ ടു VM/√2. 1/√ൻ്റെ വാല്യൂ അറിയാം. എത്രയാണ്? 1.702. സോൾവ് ചെയ്താൽ മതി. ഓപ്ഷൻ സി 28.8 കിട്ടും. 28. An oscilloscope shows 20 cycles of sine wave occurring in 2 milliseconds. ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. ടൈം എന്ന് പറയുമ്പോൾ 1/f ആണ്. ഇപ്പോൾ എന്ത് തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് സൈക്കിൾസ്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് അല്ലേ? ദറ്റ് ഈസ് നമ്പർ ഓഫ് സൈക്കിൾസ് എന്ന് പറയുമ്പോൾ 20 ഡിവൈഡ് ബൈ 2 milliseconds. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 1/f അല്ല. അപ്പോൾ എന്ത് വരും? ഫ്രീക്വൻസി അല്ല, ടൈം എന്ന് പറയുമ്പോൾ 1/f. ദാറ്റ് ഈസ് 2/20. അതായത് 1/10. 1/10 വരത്തില്ല. അതായത് 1/10 എന്ന് പറയുമ്പോൾ എത്ര വരും? 0.1 milliseconds ആണ്. 0.1 milliseconds. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. 12ാമത്തെ ക്വസ്റ്റൻ നോക്കൂ. ഇൻ എ പ്യുവർ പാരലൽ റെസണൻസ് സർക്യൂട്ട് വിത്ത് പ്യുവർ ഇൻഡക്ടർ ആൻഡ് പ്യുവർ കപ്പാസിറ്റർ അറ്റ് റെസണൻസ് ദ ഇംപെഡൻസ് വിൽ ബി ഇറ്റ് ഈസ് ഓപ്ഷൻ എ ഇൻഫിനിറ്റി. ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ഫോർ മെഷറിംഗ് ഹൈ വോൾട്ടേജ് ആൻഡ് ഹൈ കറണ്ട്. ഹൈ വോൾട്ടേജും ഹൈ കറണ്ട് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ. ദ എഫക്റ്റ് ഓൺ CT കറണ്ട് ട്രാൻസ്ഫോമർ ഇഫ് ഇറ്റ് സെക്കൻഡറി ഓപ്ഷൻ ആണെങ്കിൽ എന്താണ്? സെക്കൻഡറി വൈൻഡിങ് ബേൺ ഔട്ട്. ഇതും കുറേ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 15ാമത്തെ ക്വസ്റ്റൻ നോക്കൂ. ദ കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റൻറ്റ് ബ്ലൂ, റെഡ്, യെല്ലോ, ഗോൾഡ്. ഇറ്റ്സ് വാല്യൂ ഈസ്. നമ്മൾ കളർ കോഡിംഗ് എന്തായാലും നമുക്ക് ഷുവർ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. കളർ കോഡിംഗ് എന്തായാലും പഠിക്കണം. ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലേ? 62.4. ബ്ലൂ അല്ലേ? അപ്പോൾ ബ്ലൂ ആകുമ്പോൾ എന്ത് വരും? 6, റെഡ് ആകുമ്പോൾ 2, യെല്ലോ ആകുമ്പോൾ 4, ഗോൾഡ് ആകുമ്പോൾ 10⁻⁻1. ടോളറൻസും കൂടെ നോക്കി വരും അല്ലേ? അപ്പോൾ എത്ര വരും? 62.4 ±5%. അടുത്ത 16ാമത്തെ ക്വസ്റ്റൻ നോക്കൂ. ഇൻ ആൻ AC സിസ്റ്റം ടു ഇംപ്രൂവ് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ എന്താണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് ബൈ കണക്ടിങ് കപ്പാസിറ്റർ ഇൻ പാരലൽ വിത്ത് ലോഡ്. അടുത്തത് ദ ഫോളോയിങ് ഹാസ് ഇറ്റ്സ് വർക്കിംഗ് ബേസ്ഡ് ഓൺ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ട്രാൻസ്ഫോമർ. എ സ്റ്റാറ്റിക് ഡിവൈസ് വിച്ച് ഇൻക്രീസ് ഓർ ഡിക്രീസ് AC വോൾട്ടേജ് വിത്തൗട്ട് ചേഞ്ചിങ് ഫ്രീക്വൻസി. വെൽ നോൺ ആണ്. ഇറ്റ് ഈസ് ട്രാൻസ്ഫോമർ. When an alternating voltage is applied to a pure inductor, the resultant alternating current through the inductor is
ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, ലാഗിങ് ബൈ 90 ഡിഗ്രി. 1000 വാട്ട് ലാമ്പ് ഈസ് യൂസ് ഫോർ 1 hour, ഇറ്റ് കൺസ്യൂംസ് ആൻ എനർജി ഓഫ് വാട്ട് 1000 ആണ് അല്ലേ. എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. അപ്പോൾ എത്ര വരും? 1 കിലോ വാട്ട് അവർ. ഇൻ ടേംസ് ഓഫ് കിലോ വാട്ട് അവർ ആണ് 1 കിലോ വാട്ട് അവർ. ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, ലെൻസസ് ലോ. ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ബൈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ പൾസേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് അല്ലേ. ഞാൻ ഇൻഡക്ഷൻ മോട്ടർ എ മെഷർ ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെഷീൻ സിഗ്നൽ സ്പീഡും ഷാഫ്റ്റ് സ്പീഡും, സ്ലിപ്പാണ്. ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ഫ്യൂസ് വയർ. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർക്ക് എന്നിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസും ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. ഇതൊരു ഡൗട്ടുണ്ട്, നിങ്ങളത് നോക്കുക കേട്ടോ. ഇതിന് ആൻസർക്ക് അവർ സി ആണ്, ഇവിടെ PSC ആൻസർക്ക് സി ആണ് എന്നിട്ടുള്ളത്. നമ്മൾ പലയിടത്തും ഡി എന്ന് കണ്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് നോക്കുക. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫ്യൂസ് റേറ്റിംഗ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കറണ്ട്. ദ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദ ഡയോഡ് വിത്തൗട്ട് ഡിസ്ട്രക്ഷൻ ഈസ്, ഇറ്റ് ഈസ് ഓപ്ഷൻ എ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് എ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ, ഓപ്ഷൻ സി VM. ഇതൊക്കെ പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ കണ്ടതാണ്. റിപ്പിൾ ഫാക്ടർ ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ, ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, 1.21. ബോത്ത് NPN and PNP ട്രാൻസിസ്റ്റേഴ്സ് ആർ ഈക്വലി യൂസ്ഫുൾ ഇൻ ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. ഹവർ NPN ട്രാൻസിസ്റ്റേഴ്സ് ആർ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, ഹയർ സ്വിച്ചിങ് സ്പീഡ്. ദ ഫോർവേഡ് വോൾട്ടേജ് അക്രോസ് ദി ബേസ് എമിറ്റർ PN ജംഗ്ഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് റെഫർഡ് ടു ആസ് ഓപ്ഷൻ എ VEB. ദ മാക്സിമം പെർമിസിബിൾ കളക്ടർ കറണ്ട് ഓഫ് എ ട്രാൻസിസ്റ്റർ BC548, it is option C, 200 milliampere. The phase relation between input and output waveform in common emitter configuration is option B, 180 degree phase shift. What is the meaning of first letter indicated in the transistor code number BC107? It is option A ആണ്, silicon material is used. ഓക്കെ, അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടൈപ്പ് ഓഫ് ബയാസിംഗ് ഇൻ ലീനിയർ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. All radios, tape recorders, television invariably use negative feedback in circuits for a function of option B, automatic gain control. How the maximum permissible collector base voltage that can be applied across the collector base? It is option A, VCB max. Which type of package is used to transistors utilized for medium and power amplifications? It is option B, metal package. Which coding system for transistor type numbering system is followed by European standard? It is option D, Pro Electron standard. The type code printed on center is BZ9V1. The letter C indicates 5% tolerance. JFET is commonly used as input amplifiers in voltmeters, oscilloscope and other measuring device due to its option A, high maximum drain source voltage. What is the package type of JFET? BFW10. This option A, T072. What is the term stands for triac? എന്താണ് triac? It is option C ആണ്, triode AC conductor. When a triac is on, the current flowing between MT1 and MT2 is known as principal current. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. The resistance between anode and cathode of SCR in quick test method, infinite resistance. 45ാമത്തെ ക്വസ്റ്റ്യൻ, how many semiconductor layers are used in UGT fabrication? 2. 46ാമത്തെ ക്വസ്റ്റ്യൻ, what is the advantage of MOSFET? It is option B, fast switching speed. BJT is a current driven device whereas IGBT is driven by option C, gate voltage. BJT പറഞ്ഞല്ലോ. In a common collector amplifier circuit, the output is taken from, it is option A, emitter. In a cascaded amplifier ആണ്, gain of first stage A1 എന്നിട്ടുണ്ട് 1000, second stage 20, third stage 10. ഓവറോൾ ഗെയിൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് എല്ലാം കാസ്കേഡ് ആയതുകൊണ്ട് എല്ലാം കൂടെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ദ തിയററ്റിക്കൽ എഫിഷ്യൻസി ഓഫ് ക്ലാസ് B പവർ ആംപ്ലിഫയർ 78.5%. വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഒപ്പാം ഇൻ ബ്ലോക്ക് ഡയഗ്രാം? ഇറ്റ് ഈസ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഒപ്പാമിൻ്റെ എല്ലാം ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് വെച്ചിട്ടുള്ളത്. The ratio of differential voltage gain AD to common voltage gain CMRR. In op-amp, slew rate is expressed in option D, volt per microseconds. In IC 555 pin number 2 is trigger. അടുത്ത 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. The voltage gain of op-amp as inverting amplifier is minus of RF by R1. 56, dash are universal gates, NAND, NOR gate. Which of the following is a code 2 input AND gate? It is option B, 7408. 7408. The logic gate that will have high or 1 at its output when any one of the input is high is known as truth table പഠിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും, is OR gate. Dash will make an AND gate to produce high output ആണെങ്കിൽ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, all inputs are high. അടുത്ത 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് യൂസ് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു use of flip-flop to store binary information. The ability of a circuit to tolerate noise without causing unwanted changes in the output voltage is known as, it is option A, noise immunity. A full ladder circuit has option B, 3 input 2 output. Which gate are ideal for checking the parity? Parity ആണ് അറിയാലോ, XOR gate.
64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് സർക്യൂട്ട് ഹാസ് 2n ഡേറ്റ ഇൻപുട്ട്സ് 1 ഡേറ്റ ഔട്ട്പുട്ടും n കൺട്രോൾ ഔട്ട്പുട്ട്സ് മൾട്ടിപ്ലെക്സ്. സോ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അപ്പോൾ കൗണ്ടേഴ്സിൽ കറക്റ്റായിട്ടുള്ള 1 ഉം 2 ആണ് വരുന്നത്. How many inputs are available in 7447 BCD to 7-segment decoder used to drive the LED display ആണെങ്കിൽ 4 input. 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. The logic circuit whose output at any instant of time depends not only at the present input but also on the past output are called. ഡയറക്റ്റ് നമ്മൾ എക്സ്പ്ലനേഷൻ ആണ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്. ഇൻ RS ഫ്ലിപ്പ് ഫ്ലോപ്പ് if Q equal to 0 then the output is said to be ഓപ്ഷൻ ഡി റീസെറ്റ്. എ ഷിഫ്റ്റ് രജിസ്റ്റർ ഈസ് ഡിഫൈൻഡ് ആസ് എന്താണ് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ് രജിസ്റ്റർ കേപ്പബിൾ ഓഫ് ഷിഫ്റ്റിംഗ് ഇൻഫർമേഷൻ either from left to right. ഓപ്ഷൻ സി ആണ്. A decoder counter has 10 states. Which circuit is used to process the demodulation of amplitude modulated signals? It is option B, envelope detector. In which modulation the signal is superimposed over the carrier wave? It is option A, amplitude modulation. In amplitude modulation. Which type of antenna is used for point-to-point communication for radio waves? Previous year question ആണ്. ഓപ്ഷൻ ഡി, പാരബോളിക് ആൻറ്റന. ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഈസ് ഡൺ വിത്ത് ഓപ്ഷൻ സി, AM for വീഡിയോ, FM for ഓഡിയോ. ഇതും കണ്ടുള്ള ക്വസ്റ്റൻ ആണ്. ഒറിജിനൽ സിഗ്നൽ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം സാമ്പിൾഡ് വേർഷൻ യൂസിങ്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, ലോ പാസ് ഫിൽട്ടർ. ടു സാറ്റിസ്ഫൈ ദ സാമ്പിളിംഗ് തിയറം എ 200 Hz സൈൻ വേവ് ഷുഡ് ബി സാമ്പിൾഡ് അറ്റ് ഓപ്ഷൻ സി 400 Hz. ഇൻ ഫ്രീക്വൻസി മോഡുലേഷനിൽ ഏതാണ്? ഇറ്റ് ഈസ് ഓൾ ഓഫ് ദി എബോ. എല്ലാം ശരിയാണ്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ ഹൈലി ഇമ്മ്യൂൺ ടു EMI. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് സ്റ്റാറ്റിഫൈസ് ഇറ്റ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്, 1 മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. Which type of joining technique is used for fiber optic ആണെങ്കിൽ ഫ്യൂഷൻ ടെക്നിക്ക്. When which light source is used for long distance and high data rate application in fiber optic communication? ഓപ്ഷൻ ഡി ആണ്, ലേസർ ഡയോഡ്. Which device is convert physical quantity into corresponding electric signal? Transducer. Which sensor detect the presence of object without any physical contact? ഓപ്ഷൻ ഡി, proximity sensor. Which device is used to convert force in electric signal? Load cell. The smallest change which a sensor can detect is known as it is option D, resolution. RTD stands for option B, resistance temperature detector. Which state device convert fixed DC input voltage into variable DC output? Option C, DC chopper. Which power electronic device is used for switching purpose in computer SMPS? It is option C, MOSFET. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഓൺലൈൻ UPS ഓവർ ഓഫ്ലൈൻ? നമ്മുടെ പോളിടെക്നിക് ലെക്ചറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ചാർജ് ഓവർ ആൻഡ് ട്രാൻസിഷൻ പ്രോബ്ലംസ്. അടുത്ത ദിവസം നോക്കൂ. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ആൻ ഇൻവെർട്ടർ? Basic question, convert DC to AC voltage. Which type of solar PV photovoltaic electric system is designed to operate in parallel and interconnected with the electric utility grid? Grid ആകുമ്പോൾ grid tied system. How many 16-bit registers are in 8051? ഇതിന് ആൻസർക്ക് എന്നിട്ടുള്ള ഓപ്ഷൻ എ ആണ്. നിങ്ങളത് നോക്കുക കേട്ടോ. ഇത് കറക്റ്റ് നോക്കുക. ഇവിടെ PSCയുടെ ആൻസറിൽ ഓപ്ഷൻ എ ആണ് എന്നിട്ടുള്ളത്. How many pins are there in 8051? 8051 എത്ര പിന്നാണുള്ളത്? ഓപ്ഷൻ സി ആണ് എന്നിട്ടുള്ളത്, 40. ഹൗ മെനി ബൈറ്റ്സ് ഓഫ് എ ബിറ്റ് അഡ്രസ്സബിൾ മെമ്മറി ഈസ് പ്രസന്റ് ഇൻ 8051? ഇതും നമ്മുടെ ബേസിക് ക്വസ്റ്റൻ തന്നെയാണ്, 16. വാട്ട് ഇസ് ദ റീസെറ്റ് പിൻ ഇൻ 8051? പിൻ ഡയഗ്രം തന്നെയാണ് കൂടുതൽ ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത്, 9. സോ ദി ഫോളോയിങ് ഈസ് ഇൻപുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? ഓപ്ഷൻ സി, കീബോർഡ്. ഇതൊക്കെ നിങ്ങൾക്ക് കുറേ പേർക്ക് ഡൗട്ട് വരാം, ഭയങ്കര കൺഫ്യൂസിങ് വരാം. വാട്ട് ഈസ് BIOS? ഇതെല്ലാം കണ്ട ക്വസ്റ്റൻ ആണ്. ഇറ്റ് ഇസ് എ ഫേം വെയർ. ദി ഷോർട്ട് കട്ട് ഈസ് യൂസ് ടു അലൈൻ സെലക്ടഡ് ടെക്സ്റ്റ് ടു സെൻഡർ. ഇറ്റ് ഇസ് ഓപ്ഷൻ ഈസ് Ctrl+E. How many layers of in OSI reference model? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. How many layers? ഓപ്ഷൻ ബി 7. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് FTP? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇത്രയും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടിട്ടില്ലായിരിക്കും ഇലക്ട്രോണിക്സിൽ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ കൺഫ്യൂസിങ് വരാം, കോംപ്ലിക്കേറ്റ്, നിങ്ങൾക്ക് കൺഫ്യൂസിങ് വരാൻ, തെറ്റാകാൻ, നിങ്ങൾക്ക് കുറേ നെഗറ്റീവ് വരാൻ ചാൻസസ് ഉണ്ട്. അതായത് നമുക്ക് കാരണം കണ്ട ക്വസ്റ്റ്യൻസ് നമുക്കറിയാലോ, നമ്മൾ ഒരു പ്രാവശ്യം കണ്ട ക്വസ്റ്റ്യൻസ് ഒരു നല്ല 2-3 പ്രാവശ്യം ഡിസ്കസ് ചെയ്ത് പഠിച്ചവർക്കാണെങ്കിൽ അത് മൈൻഡിൽ തന്നെ കാണും. അല്ലാത്തവർക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. നമ്മൾ അൺഅക്കാഡമിയിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മൾ 2-3 പ്രാവശ്യം ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ക്വസ്റ്റ്യൻ അന്നേരം അവിടെ വെച്ച് തന്നെ പഠിച്ചു പോകുമായിരുന്നു. വളരെ യൂസ്ഫുൾ സെക്ഷൻ ആയിരുന്നു, പക്ഷേ നമുക്കതിപ്പോൾ ഇല്ല. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം, നമ്മുടെ യൂട്യൂബിലൊക്കെ ലൈവ് ക്ലാസ് വരാൻ നോക്കാം. എനിവേ നമ്മുടെ ഇനി നിങ്ങൾ അടുത്ത് നിങ്ങൾക്ക് വരുന്ന എക്സാംസ് ഡെമോൺസ്ട്രേറ്ററാണ്. നമ്മുടെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ കുട്ടികൾ കുറച്ച് പേരുടെ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. മൊഡ്യൂൾ 3 എത്തിയിട്ടുണ്ട്. നമ്മുടെ കൺട്രോൾ സിസ്റ്റം ഒക്കെ കഴിഞ്ഞു, പ്രോസസ് കൺട്രോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൺഡേ മുതലൊരു പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. കുറേ പേർക്ക് എക്സാം ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് പഠിച്ച് തുടങ്ങാനായിട്ട് സൺഡേ മുതൽ നമ്മൾ പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യാം. നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. ഓരോ ടോപ്പിക്കിൻ്റെയും റെക്കോർഡഡ് ക്ലാസ്സസ്, ടോപ്പിക് വൈസ് MCQ, ഓരോ മൊഡ്യൂൾ കഴിയാം എക്സാം, അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോരുകയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ 30-30 സൺഡേ നമ്മൾ പുതിയ ബാച്ച് ഡെമോൺസ്ട്രേറ്ററിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 ദിവസമൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് നല്ലപോലെ ഇത്രയും നല്ല കഷ്ടപ്പെട്ട് പഠിച്ചവർക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും.
നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് പഠിച്ചവർക്ക് എന്തായാലും എൻ്റെ റിസൾട്ട് ഔട്ട്പുട്ട് എന്തായാലും കിട്ടും. ഓക്കെ, നിങ്ങളൊരു 2 ദിവസമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ അടുത്ത ഡെമോൺസ്ട്രേറ്റർ വീണ്ടും നമ്മൾ പൂർവാധികം ശക്തിയോടെ വീണ്ടും നിങ്ങൾ പഠിച്ചു തുടങ്ങാം കേട്ടോ. നല്ല ടൈമിംഗ് ഉണ്ട് ഡെമോൺസ്ട്രേറ്റർ പഠിക്കാൻ. അതുപോലെ തന്നെ നല്ല വാസ്റ്റ് സിലബസുമാണ്, കുറേ ഇൻസ്ട്രുമെൻറ്റേഷൻ ടോപ്പിക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.